ബാബ വാങ്കയെയും നോസ്ട്രഡാമസിനെയും കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഭൂമിയിൽ വരും വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ബാബ വാങ്കയും നോസ്ട്രഡാമസും. ഇവർ 2025 പറ്റി നടത്തിയിട്ടുള്ള ചില പ്രവചനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവർ പ്രവചിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്നും ഇതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ വാദിക്കുന്നില്ല എന്നും ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്നു മൈക്കൽ ഡി നോസ്ട്രഡാമസ്. പ്രവചനങ്ങൾ അഥവാ ദി പ്രൊഫസീസ് എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനവും നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അത്തരത്തിൽ 2025 കുറിച്ചുള്ള നോസ്ട്രഡാമസിൻ്റെ വിചിത്രമായ ചില പ്രവചനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നോസ്ട്രഡാമസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണ് പ്രകൃതി ദുരന്തങ്ങൾ. അദ്ദേഹം എഴുതിയ ഈ വരികളിലൂടെ ക്ലൈമറ്റ് ചേഞ്ചും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും വരൾച്ചയും ജലക്ഷാമവുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അമേരിക്കയിലെ കൊളറാഡോയും ചൈനയിലെ യാങ്സെ തുടങ്ങിയ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വരൾച്ച നേരിടുന്നുണ്ടത്രേ. ഇതൊക്കെ നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളുടെ ഭാഗമാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു വരിയാണിത്. ഈ വരിയിലൂടെ അദ്ദേഹം കാട്ടുതീ അഥവാ വൈൽഡ് ഫയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു സിറ്റിയിലേക്ക് തീ അപ്രോച്ച് ചെയ്യുമെന്നാണ് വരികളിൽ കാണാൻ സാധിക്കുക. ഇതൊരു പക്ഷേ കുറച്ച് ദിവസങ്ങളായി ലോസ് ഏഞ്ചൽസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീയെക്കുറിച്ചായിരിക്കാം എന്നാണ് ചിലർ വാദിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവചനമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം. US, യൂറോപ്യൻ കൺട്രീസ് തുടങ്ങിയ വെസ്റ്റേൺ കൺട്രികൾക്കിടയിലും ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ ഈസ്റ്റേൺ പവർഫുൾ കൺട്രികൾക്കിടയിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഈ വരികളിലൂടെ നോസ്ട്രഡാമസ് ഉദ്ദേശിക്കുന്നതെന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ചിലർ പറയുന്നത് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഒത്തുചേർന്ന് അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വൻ ഭീഷണിയായി മാറിയേക്കുമെന്നുമാണ്. എന്നാൽ ഇപ്പോൾ തന്നെ ഈ പല രാജ്യങ്ങളും തമ്മിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭയപ്പെടുത്തുന്ന പ്രവചനമാണ് ലോകം വലിയൊരു രോഗത്തെ നേരിടേണ്ടി വരുമെന്നുള്ളത്. ഈ വരികളിലൂടെയാണ് നോസ്ട്രഡാമസ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. COVID-19 വന്ന് ലോകത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് അത് പതിയെ നമ്മൾ തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു മഹാപകർച്ചവ്യാധി കൂടി ലോകത്ത് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിലൂടെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. നോസ്ട്രഡാമസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ടെക്നോളജിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഈ വരികളിലൂടെ ടെക്നോളജിയിലുണ്ടാകുന്ന പുരോഗതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. കൂടാതെ ഇതിലൂടെ മനുഷ്യരാശി ബഹിരാകാശ യാത്രകളിലും വലിയ രീതിയിൽ പുരോഗതി പ്രാപിക്കുമെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു പന്തലിക്കുമെന്നും ഈ വരികൾ ചൊവ്വ ദൗത്യത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നും വ്യാഖ്യാനങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് AI എത്രത്തോളമാണ് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. നോസ്ട്രഡാമസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനമാണ് ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുമെന്നുള്ളത്. അതിനെ പിന്തുണക്കുന്ന വരികളാണിത്. അതിനാൽ തന്നെ 2025 വേൾഡ് എക്കണോമിയിൽ വലിയ ഡൗൺഫാളുകൾ സംഭവിക്കുമെന്നും പല കറൻസികളുടെ മൂല്യം ഇടിയുമെന്നുമാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നതെന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. കൂടാതെ 2025 മെഡിക്കൽ ഫീൽഡിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ഈ വരികളിലൂടെ ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെടുമെന്നും റിവേഴ്സ് ഏജിംഗ് നടത്താനുള്ള മാർഗം കണ്ടെത്തുമെന്നുമാണ് നോസ്ട്രഡാമസ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചിലർ വാദിക്കുന്നത്. കഴിഞ്ഞില്ല. ഇതിനൊക്കെ പുറമെ ലോകത്ത് മനുഷ്യാവകാശം, സമത്വം, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും വ്യാപകമാകുമെന്നും നോസ്ട്രഡാമസ് പ്രവചിക്കുന്നുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. 1911 ജനിച്ച ബാബ വാങ്ക 1996 മരിക്കുന്നത്. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകൾ ബാബ വാങ്കയ്ക്കുണ്ടെന്നാണ് ചിലർ വാദിക്കുന്നത്. ബാബ വാങ്ക അഥവാ വാങ്കേലിയ പാണ്ഡേവ ഗുഷ്തരോവ എന്ന ഈ സ്ത്രീ അന്ധയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിനിയായിരുന്നു.
12ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് വാംഗയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വാംഗയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത്. വാംഗയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു ഇത്. എന്നാൽ അത്തരത്തിലൊരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനാഥയായിരുന്നു ബാബ വാംഗ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ബാബ വാംഗ പ്രശസ്തി ആർജിക്കുന്നത്. ലോകാവസാനത്തിന് തുടക്കം കുറിക്കുന്ന വർഷമാണ് 2025 എന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ 5079 ലോകം അവസാനിക്കുമെന്നും മനുഷ്യരാശി എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുമെന്നും ബാബ വാംഗ പ്രവചിക്കുന്നു. 2025 തുടക്കമാവുന്ന വലിയ സംഘർഷമാണ് മനുഷ്യരാശിയുടെ അവസാനത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാണ് ബാബ വാംഗ പറഞ്ഞിരുന്നത്. യൂറോപ്പിലെ സംഘർഷത്തിലൂടെയാണ് ലോകത്തിൻ്റെ നാശത്തിന് തുടക്കമത്രേ. 2025 ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയിൽ കാര്യമായ കുറവ് വരുത്തും എന്നാണ് ബാബ വാംഗ പറയുന്നത്. അതിനുശേഷം 2028 ആവുമ്പോഴേക്ക് മനുഷ്യരാശി ശുക്രനിൽ എത്തുമെന്നും ബാബ വാംഗ തൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. 2033 സമുദ്രനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുമുണ്ടത്രേ. ധ്രുവീകരണ മേഖലയിലെ മഞ്ഞുമലകൾ ഉരുകുന്നതാണ് സമുദ്രനിരപ്പ് ഉയരുന്നതിലേക്ക് നയിക്കുന്നതിനുള്ള കാരണം. 2076 ആഗോളതലത്തിൽ കമ്മ്യൂണിസം തിരിച്ചു വരുമെന്നും 2130 അന്യഗ്രഹജീവികളുമായി സമ്പർക്കമുണ്ടാവുകയും അവരെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നും ബാബ വാംഗ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2170 ലോകത്തെല്ലായിടത്തും വരൾച്ച സംഭവിക്കുമെന്നും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യുമത്രേ. കൂടാതെ 3005 ചൊവ്വയിൽ യുദ്ധം ഉണ്ടാവുകയും 3797 മനുഷ്യൻ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും പോവാൻ നിർബന്ധിതരാവുകയും ചെയ്യുമെന്നും ബാബ വാംഗ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും 2025 കുറിച്ച് സമാനമായ രീതിയിൽ ഒരേ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. 2025 യൂറോപ്പിൽ വിനാശകരമായ ഒരു സംഘട്ടനം നടക്കുമെന്നാണ് ബാബ വാംഗ നടത്തിയിരുന്ന പ്രവചനം. ഇതിന് സമാനമായ രീതിയിൽ നോസ്ട്രഡാമസും 2025 യൂറോപ്പിന് ഭയാനകമായ ഭാവിയായിരിക്കുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ബ്രസീലിലെ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾക്ക് യാതൊരു വസ്തുതയുമില്ല എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവ നിലനിൽക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 4 വരി വീതം നീളമുള്ള കവിതാരൂപത്തിലാണ് അദ്ദേഹം പ്രവചനങ്ങൾ പ്രോഫസി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വളരെ സിംബോളിക്കായ രീതിയിലാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ ഉള്ളത്. അതായത് വ്യക്തതയില്ലായ്മയാണ് പ്രവചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന് ഒരു സ്ഥലപ്പേരൊന്നും കൃത്യമായി പറയില്ല. വലിയൊരു സിറ്റിയിൽ അപകടം സംഭവിക്കുമെന്നാകും പറയുക. ആ സിറ്റി ഏത് നഗരവുമാകാം. പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ, അങ്ങനെ ഏത് സ്ഥലവും. എവിടെയെങ്കിലും ഒരപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോസ്ട്രഡാമസ് പ്രവചിച്ചതാണെന്ന് എളുപ്പം പറയാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ശാസ്ത്രലോകത്തിന് ബാബ വാംഗയുടെ പ്രവചനങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. അതായത് വാംഗയുടെ പ്രവചനങ്ങളെയും ശാസ്ത്രലോകം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.